ശരിക്കും തൂക്കിലേറ്റുമെന്ന് പ്രതീക്ഷയായിരുന്നു ജയിലിലോട്ട് പോയത്. തീർച്ചയായിട്ടും അവസാന നടപടികളിലേക്ക് എത്തിയ സമയത്താണ് ഇവര് കുടുംബം മാപ്പ് നൽകിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ വധശിക്ഷയിലേക്കാണ് പോയത്. എല്ലാം കഴിഞ്ഞു. അതിനിപ്പോ അവർ ദൈവത്തിന്റെ പരീക്ഷണമാണ്. നമ്മുടെ അളവിൽ എന്താണ് ദൈവം കണക്കാക്കിയത് ആർക്കും തിരുത്താൻ കഴിയും. ആരും കുറ്റം പറയാൻ കഴിയും. എല്ലാം നിരാശയിലായിരുന്നു കുറച്ചു കാലം. എങ്കിലും അവരെ വിട്ടുമാറാതെ അവരുടെ സഹായത്താലും പ്രയത്നത്താലും ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടും ഒന്ന് മാറി മറിഞ്ഞു. കഴിഞ്ഞതല്ല ഇപ്പോ കഴിഞ്ഞ ഓർത്തെടുക്കാൻ ഞാൻ ഇതാകുന്നില്ല. ഇങ്ങനൊരു പുതിയൊരു ജീവിതത്തിലേക്ക്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് കുറച്ച് പ്രതീക്ഷ കിട്ടിയത്. അതിനു മുമ്പ് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുള്ള മലയാളി അല്ലാത്തവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് ഇവിടെ എത്തിയത് അത്ഭുതകരമായിട്ടാണ് കാണുന്നതല്ല. ഇപ്പം 20 വർഷത്തെ കാത്തിരിപ്പാണ് നാട്ടിലോട്ട് വന്നപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പം 20 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നതെല്ലാം. ജനങ്ങളുടെ ഒരു സഹായങ്ങളും ദൈവത്തിന്റെ സഹായവും ലോകമെമ്പാടുള്ള മലയാളി അല്ലാത്തവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് ഇവിടെ എത്തിയത് അത്ഭുതകരമായിട്ടാണ് കാണുന്നതല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും ജനങ്ങൾ ഈ ഞായറാഴ്ച ആയിട്ട് പോലും കാണാൻ ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. എന്ത് തോന്നുന്നു? പല സ്ഥലത്തു നിന്നാണ്. വളരെ അത്ഭുതം. കാരണം ഇന്നലെ രാത്രി 2 മണി വരെയും ഇവിടെ ആൾക്കാർ വന്നു. രാവിലെയും പല അടുത്തുള്ള കാസർഗോഡ്, മംഗലാപുരം, പല ദേശം ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്? എല്ലാവർക്കും താങ്ക്സ് പറയാ. ഈ വർഷത്തില് ഈ സഹായിച്ച എല്ലാവർക്കും, പ്രാർത്ഥിച്ച എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, റിയാദിലെ ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികളും ലോക മലയാളികൾക്ക്, എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാം. നന്ദി കടപ്പാടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 20 വർഷത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ നാട്ടിൽ വരാൻ പറ്റുമെന്ന്? പ്രതീക്ഷ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് കുറച്ച് പ്രതീക്ഷ കിട്ടിയത്. അതിനു മുമ്പ് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വരാൻ പറ്റുമെന്നോ ഒന്നും. കുറച്ചു കാലം പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും കോടി രൂപ പിരിച്ചു കിട്ടുമെന്നോ അല്ലെങ്കിൽ നാട്ടുകാരെ സഹായിക്കുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് അറിയാം. ഫോണോ കാര്യമൊന്നും ഇല്ലായിരുന്നു. സുഹൃത്തുക്കളെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് നടക്കട്ടെ. പക്ഷെ എയർപോർട്ടിൽ ഇറങ്ങിയ ജനങ്ങളെ കണ്ടപ്പോഴാണ് അത്ഭുതമായത്. ഇത്രയും ജനങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കാണാൻ എന്താണ് ഒരുപാട് സന്തോഷമായി. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? കഴിഞ്ഞതല്ല ഇപ്പോ അതിന് ഓർത്തെടുക്കാൻ ഞാൻ ഇതാകുന്നില്ല. ഇങ്ങനൊരു പുതിയൊരു ജീവിതത്തിലേക്ക്. ശരിക്കും ഡ്രൈവർ ജോലിയായിട്ടാണ് പോയത്. അപ്പോ എന്തൊക്കെ 20 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത്? ഒരുപാട് മാറ്റങ്ങളും വന്ന വഴികളൊക്കെ എല്ലാം, റോഡുകളെല്ലാം മാറിയിരിക്കും. ശരിക്കും ഇവിടെ എന്ത് ജോലിയാണ് നാട്ടില്? ഇവിടെ ഡ്രൈവറായിരുന്നു. എവിടെ? സ്കൂൾ ബസ്സിലായിരുന്നു. എന്തൊക്കെ പ്രതീക്ഷയായിട്ടാ ദുബായിലേക്ക്? ഒരുപാട് പ്രതീക്ഷ. ആ സമയത്തുള്ള എല്ലാം അവസാനിച്ചു. ഇനിയൊരു പുതിയ പ്രതീക്ഷകളാണ് ഇനിയുള്ളത്. മുന്നോട്ട് കുടുംബവുമായിട്ട് മുന്നോട്ട്, നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ട് മുന്നോട്ട് പോകണം. ഇനിയൊരു കുടുംബജീവിതം, ജോലി അന്വേഷിക്കുന്നുണ്ടോ? അതൊക്കെ കുറച്ച് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ നോക്കട്ടെ. ഒന്നും എടുത്ത് ചാടാനായിട്ടില്ല. എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക്. ഈ ഇത്രയും രൂപ പിരിഞ്ഞു കിട്ടിയപ്പോഴത്തേക്കും ആരൊക്കെ സഹായിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ എവിടെ നിന്ന് വന്നൊക്കെ ഉള്ള? ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് അറിയാൻ പറ്റും. കാരണം ആ സമയത്ത് എന്റെ കയ്യിൽ ഫോണോ സ്മാർട്ട് ഫോണോ ഒന്നും അവിടെ അലോഡല്ല. ഇവിടെ വന്നിങ്ങനെ പറയുന്നത് ബോബി ചുമണ്ട് 1 കോടി കൊടുത്തു, മറ്റുള്ളവർ ഇത്ര കൊടുത്ത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം. അതിന് മുമ്പ് ഒരു വിവരം കിട്ടിയിരുന്നു. വീട്ടിൽ വിളിച്ച ഇത്രയും 1 കോടി ഭൂമി, അവരുടെ അമ്മ 1 ലക്ഷം, ആ വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നു. ആ ഒരു വലിയ മനുഷ്യന്റെ സഹായം ഒരുപാട് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ. സാധാരണക്കാരനൊരു മലയാളിക്ക് ഇത്രയും ജനസമ്മതി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഇത്രയും പോപ്പുലാരിറ്റി വരുമെന്നോ, അല്ലെങ്കിൽ ഇത്രയും പേര് സഹായിക്കുമെന്നോ തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ സഹായിച്ചെന്നൊരു? ഈ ഇങ്ങനെ നടക്കുന്ന വിവരം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ജയിലിൽ നിന്ന് 4 നമ്പറിൽ ഇങ്ങനെ വിളിക്കാൻ 15 മിനിറ്റ് വീട്ടിലോട്ട്. ആ സമയത്ത് കുറച്ച് വിവരങ്ങൾ ഇങ്ങനെ നടക്കും, അറിയും. ഇങ്ങനെയുള്ളൊരു ഫോണോ കാര്യം ഉണ്ടെങ്കിൽ എല്ലാം അറിയാമായിരുന്നു നടക്കുന്നത്. ശരിക്കും 20 വർഷം ജയിലിൽ കിടന്നപ്പോ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല ജയിലിൽ? റിയാദിലെ ഇന്ത്യൻ എംബസി നിരന്തരം ബന്ധപ്പെടാറുണ്ട്. അവര് വക്കീലിനെ വെച്ചിട്ടുണ്ട്. അവരും എല്ലാം ബന്ധപ്പെടും. പിന്നെ അവൻ എല്ലാം നിരാശയിലായിരുന്നു കുറച്ചു കാലം.
എങ്കിലും അവരെ വിട്ടു മാറാതെ അവരുടെ സഹായത്താലും പ്രയത്നത്താലും ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടും ഒന്ന് മാറി മറിഞ്ഞു. ഉമ്മയെ കാണാൻ പറ്റിയിരുന്നോ? ഉം. ഉമ്മേനെ കാണാൻ ആ പറ്റിയിരുന്നോ ജയിലിൽ? ആ ഒരു പ്രാവശ്യം വന്നപ്പോ ജയിലിലെ അന്തരീക്ഷം കുറച്ചൊരു മോശമായിരുന്നു. ആ. പിന്നെ ഒരു അടുത്ത ദിവസം കണ്ടു, കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും ഉള്ള ജയിൽ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു 20 വർഷം? നീ പറയുന്നില്ല അത്, അത് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നത്, പുതിയതായിട്ട് ജീവിതത്തിലേക്കാണ് കിടക്കുന്നത്. ഇത്രയും ജനസമ്മതി അല്ലെങ്കിൽ ഇത്രയും എയർപോർട്ടിൽ ഇത്രയും എൻട്രിയും പല നാട്ടിൽ നിന്നുള്ളതും സോഷ്യൽ മീഡിയ ഇത്രയും വൈറലാവാനും അങ്ങനെ ഒരു പ്രതീക്ഷ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു ഇത്രയും ആവുമെന്നും? എങ്ങനെയാന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം വന്നിറങ്ങുന്നതിനാകെ എന്താണ് സംഭവിച്ചത് ഇവിടെ, ഇത്രയും ജനങ്ങളെങ്ങനെ ഒത്തുകൂടിയുള്ളൊരു പിന്നീടാണ് എല്ലാം അറിയാവുന്നത്. ശരിക്കും MLA-മാരും കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, രാഷ്ട്രീയക്കാരും ഇതിൽ ജാതിയും മതവും രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും ഇതിലുണ്ട് എന്നുള്ള പിന്നീട് എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും സർവശക്തൻ ആയുസ്സും ദീർഘായുസ്സും എല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 20 വർഷത്തില് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൊറോണ, പ്രളയം, ഇതിലൊക്കെ എന്തെങ്കിലും അറിഞ്ഞിരുന്നു? ശരിക്കും വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. അവിടെ TV ഉണ്ട്, പക്ഷെ കുറഞ്ഞ അറബി ചാനലുകളാണ് അവിടെ കാണുന്നത്. അവിടുത്തെ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കണമെന്ന വിവരങ്ങളൊന്നും വളരെ കുറഞ്ഞു. ഇവിടെ വന്നപ്പോ പഴയ കൂട്ടുകാരെ കണ്ടായിരുന്നു. ഇപ്പൊ വന്നിരുന്നു പഴയ കൂട്ടുകാരൊക്കെ, ഒരുപാട് മാറ്റങ്ങൾ മാറിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും നല്ല ആശംസകൾ നേർന്നു. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ സൈഡിൽ നിന്നും ഇത്രയും ഒരു കുറേ പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് പുള്ളിക്കാരൻ ഇത്രയും ചെയ്തു തന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരുന്നു എന്തെങ്കിലും വഴി? ആരൊക്കെ വന്ന് കണ്ടിരുന്നു ദുബായില്? ജയിലില് ഇന്ത്യൻ എംബസിയും അവരുടെ വക്കീല്, പിന്നെ തുടക്കത്തിൽ ഷക്കീബ് കൊളക്കടയൻ, പിന്നെ നജീം കൊച്ചുകല എന്നൊരു മാധ്യമത്തിലൂടെ, പിന്നെ ലാസ്റ്റ് സമയത്ത് സിദ്ദീഖ് തൂവൂർ എന്ന ആള് വന്ന് കണ്ടിട്ടുണ്ട്. അതിന്റെ കേസിന്റെ എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അഷ്റഫ് അങ്ങാട്ട് എന്നാണ് മൊത്തം ഏറ്റെടുത്തത് കാര്യങ്ങളെല്ലാം. റിയാദിലെ എംബസിയിലെ മലയാളി ഉദ്യോഗസ്ഥനാണ് യൂസുഫ് കാക്കഞ്ചേരി. അദ്ദേഹത്തിന്റെ മകനുണ്ട് എംബസിയിൽ, സവാദ് കുന്നമൽ. അവരെല്ലാം ആഴ്ചയിൽ ഈ എംബസിന്റെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാറുണ്ട്. ശരിക്കും തൂക്കിലേറ്റുവെന്ന് പ്രതീക്ഷയായിരുന്നു ജയിലിലോട്ട്. തീർച്ചയായിട്ടും അവസാന നടപടികളിലേക്ക് എത്തിയ സമയത്താണ് ഇവര് കുടുംബം മാപ്പ് നൽകിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ വധശിക്ഷയിലേക്കാണ് പോയത്. ശരിക്കും ആ പ്രൊസീജിയർ വരെ എത്തിയതാണ്. ആ കുടുംബത്തിനും അവരുടെ സർക്കാരിനും, സൗദി സർക്കാരിനും പ്രത്യേകം നന്ദി. അങ്ങനെ ഒരു ജീവിതം തിരിച്ചു വിട്ടതിന്. അവരെ കണ്ടിരുന്നു? പിന്നെ ഇല്ല, അവസാനം വെച്ച് കണ്ടിട്ടില്ല. ഇറങ്ങി തിരിച്ചു വന്നപ്പോഴും കണ്ടിട്ടില്ല. ഞാൻ ഒരു വക്കീലുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. വക്കീലും അതൊരു ബന്ധുവാണ്. കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇനി തിരിച്ച് ദുബായിലേക്ക് പോകാനോ അല്ലെങ്കിൽ തിരിച്ച് ദുബായിലേക്ക് പോകാനോ അല്ലേ ശ്രമിക്കുന്നുണ്ടോ? ഇനിയിപ്പോ വേറെ വീട്ടുകാർക്കും കുടുംബമായിട്ടും കഴിയാൻ എവിടേക്ക് വിട്ട് ദൂരം എങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ ഈ കുടുംബം കഴിയാൻ. ചേട്ടാ ഇപ്പോഴും ദുബായിന്ന് ഇത്രയും വന്നല്ലോ, ഇനിയുള്ള ഭാവി ജീവിതം ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ള പ്ലാൻ? അല്ലെങ്കിൽ കുടുംബമായിട്ടും സുഹൃത്തുക്കളുണ്ട്, അയൽവാസികള് എല്ലാവരുമായി കൂടി ഇപ്പൊ തൽക്കാലം ഒരു പ്ലാനും ആയിട്ടില്ല. ഇപ്പൊ എന്താണ് നാട് പുറത്തിറങ്ങിയിട്ടില്ല. ഈ വീട്ടിൽ വന്ന് ഇതിലാണ്, റോഡിലോട്ട് പോലും ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. അയൽവാസികളും കണ്ടിട്ടില്ല. തിരക്കൊന്ന് കഴിയട്ടെ, കുടുംബജീവിതം അതൊക്കെ സെറ്റപ്പെടുത്തണം. ഓക്കെ. അവിടെ ജയിലില് ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നുമില്ല? ഒരു കാര്യങ്ങളും ഇല്ല? ഭക്ഷണം പുറത്തുനിന്ന് വരെ അത് കഴിക്കാത്ത. അപ്പൊ അവിടെ വലിയ അല്ലെങ്കിൽ വേറെ അവിടുത്തെ വധശിക്ഷയും ഇവിടുത്തെ ശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുപാട്? ആ രാജ്യത്തിന്റെ നിയമം അതുപോലെ, അവിടുത്തെ രാജ്യത്തെ നിയമം പറയുന്നത് ശരിയല്ല. ബോബി ചെമ്മണ്ണൂരിന് ശേഷം എയർപോർട്ടിൽ സ്വീകരിക്കാനുണ്ടായിരുന്നു, വീട്ടിൽ വന്നിരുന്നു. ഓഫർ ചെയ്തു, പക്ഷെ അത് ആയിട്ടില്ല, എല്ലാം റിപ്ലൈ കൊടുത്തിട്ടില്ല. ജോലി ഓഫർ എന്തെങ്കിലും തന്നിട്ടുണ്ട്? ഓഫർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല? പിന്നെ ബിസിനസ് തിരക്കുന്നത് കഴിഞ്ഞിട്ട് എല്ലാം കുടുംബം ഫ്രീ ആവട്ടെ. തിരക്കുകളിലേക്ക് പോവുകയാണ്. ഇനി
ഭാവിയിലോട്ട് ഇഷ്ടംപോലെ പേര് ദുബായിലോട്ട് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വിദേശത്ത് വല്ല മറ്റു രാജ്യത്തോ ഇല്ല, വീട്ടിലും എല്ലാരും മിസ് ചെയ്ത്. ഉം. ശരിക്കും ലൈഫിന്റെ ഒരു പകുതി ഭാഗം തന്നെ ദുബായ് ജയിലില് പോയതാണ്. സൗദി അത് അറേബ്യ അത് അന്ന് പോകണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പൊ വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. അതിനിപ്പോ അത് ദൈവത്തിന്റെ പരീക്ഷണമാണ്. നമ്മുടെ അളവിൽ എന്താണ് ദൈവം കണക്കാക്കിയത് അത് ആർക്കും തിരുത്താൻ കഴിയും. ആരും കുറ്റം പറയുന്നത്. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് തിരിച്ചു. ഉമ്മാന്റെ ജനങ്ങളുടെ പ്രാർത്ഥന, ജനങ്ങളുടെ സഹായങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹവും. ചേട്ടാ, ലാസ്റ്റാണ് ഇനി ഒരുപാട് പേര് ദുബായിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളായാലും അല്ലെങ്കിൽ ഒരുപാട് യുവാക്കളായാലും പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരുപാട് മലയാളികൾ ദുബായില്, സൗദി അറേബ്യയില്, വിദേശത്തെല്ലാം ജോലി ചെയ്ത തെറ്റ് അബദ്ധങ്ങള് എന്തെങ്കിലും അതിന്റെ അതേ രീതിയിൽ മുന്നോട്ട് പോകും. ഒരുപാട് ജോലി ചെയ്യുന്ന നല്ല നല്ല പൊസിഷനിൽ എല്ലാവരും നോക്കുന്നത്. ഒരു രാജ്യത്തെ പറ്റി ഒന്നും പറയാൻ ബാധ്യസ്ഥനല്ല. ഈ നെഗറ്റീവ് കമന്റിനോടൊക്കെ പ്രതികരിക്കാൻ നോക്കാനും പ്രതികരിക്കാനും നിൽക്കുന്നില്ല. ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ, ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, അടിപൊളിയായിട്ട്.